ലക്ഷദ്വീപിൽ ഒരു പൊതുസേവനത്തെക്കുറിച്ച് പരാതി കൊടുക്കാൻ പോയിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നിട്ടുണ്ടോ? വിഷമിക്കേണ്ട. നിങ്ങളുടെ ശബ്ദം കേൾക്കേണ്ടവരുടെ ചെവിയിൽ തന്നെ എങ്ങനെ കൃത്യമായി എത്തിക്കാം എന്ന് നമുക്കിന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. അല്ലേ, വെള്ളം വരുന്നില്ല, കറണ്ട് എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ ആഴ്ചകളോളം കാലതാമസം. ഇതൊക്കെ നമ്മളെ ശരിക്കും നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാ. പക്ഷെ അറിയോ, ഈ നിസ്സഹായതയ്ക്കൊരു പരിഹാരമുണ്ട്. നിങ്ങളുടെ പരാതി കേൾക്കാനും അതിനൊരു തീരുമാനമുണ്ടാക്കാനും കൃത്യമായൊരു വഴിയുണ്ട്. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളിന്ന് എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മളെല്ലാം നേരിടുന്ന ഈ ഒരു നിരാശയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഇതിനുള്ളൊരു കിടിലൻ ഔദ്യോഗിക പരിഹാരം പരിചയപ്പെടാം. അത് വെറുതെ പരിചയപ്പെട്ടാൽ പോരല്ലോ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണത് ഇത്ര ഫലപ്രദമെന്നൊക്കെ നോക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു പരാതി കൊടുക്കാമെന്നുള്ള വഴികാട്ടി. അതോടൊപ്പം നിങ്ങളുടെ പരാതിക്ക് കൂടുതൽ ശക്തി കിട്ടാനുള്ള ചില പൊടിക്കൈകളും. അവസാനം നിങ്ങളുടെ ഒരൊറ്റ പരാതി കൊണ്ട് എങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടാക്കാമെന്നും നമ്മൾ കാണും. അപ്പോ തുടങ്ങുമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നൊരവസ്ഥയാണ്. രാവിലെ എണീക്കുമ്പോൾ പൈപ്പിലെ വെള്ളമല്ല, അല്ലെങ്കിൽ രാത്രി പഠിക്കാനിരിക്കുമ്പോൾ കരണ്ട് പോയി. നമ്മൾ ആരെ വിളിക്കും? എവിടെ പോയി പറയും? ആരെങ്കിലും ഇത് കേൾക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ കുഴപ്പിക്കാറുണ്ട്. എന്നാൽ കേട്ടോളൂ, ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരവുമുണ്ട്. സർക്കാർ തന്നെ നമുക്കുവേണ്ടി ഒരുക്കിയ ഒരു ഓൺലൈൻ സംവിധാനം. അതിന്റെ പേരാണ് PG പോർട്ടൽ. എന്താണ് ഈ PG പോർട്ടൽ എന്ന് ചോദിച്ചാൽ, pgportal.gov.in എന്ന വെബ്സൈറ്റാണിത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ പരാതിയും അത് പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥനും തമ്മിലുള്ളൊരു നേരിട്ടുള്ള പാലം. ഇടയില് വേറെ ആരുമില്ല. ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഇത് ചെയ്യാം. ഓ, ഇത് വേറൊരു സർക്കാർ വെബ്സൈറ്റ്. ഇതിലൊക്കെ പരാതി കൊടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. ഈ സംവിധാനം എന്തുകൊണ്ടാണ് ഇത്ര ഫലപ്രദമാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് പിന്നില് 5 പ്രധാന കാരണങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ സമയം വെറുതെ ആക്കില്ല എന്ന് ഉറപ്പ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പരാതി നേരെ പോകുന്നത് അത് കൈകാര്യം ചെയ്യേണ്ട ഓഫീസറുടെ അടുത്തേക്കാണ്. ഇടയിൽ തട്ടിക്കളികളൊന്നുമില്ല. രണ്ടാമതായി, നിങ്ങൾക്കൊരു യുണീക്ക് ട്രാക്കിംഗ് ID കിട്ടും. അതായത് നിങ്ങളുടെ പരാതി എവിടെയെത്തി, എന്ത് നടപടിയെടുത്തു എന്നൊക്കെ വീട്ടിലിരുന്ന് തന്നെ ട്രാക്ക് ചെയ്യാം. മൂന്നാമത്തത്, ഇത് വളരെ വേഗത്തിലുള്ളതും ഉത്തരവാദിത്തത്തോടെയുള്ളതുമായ ഒരു പ്രതികരണം ഉറപ്പാക്കുന്നു. പിന്നെ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഒരാവശ്യമില്ല. 24 മണിക്കൂറും എപ്പോൾ വേണമെങ്കിലും പരാതി നൽകാം. ഇതൊക്കെ മൊത്തത്തിൽ സേവനങ്ങളെല്ലാം മെച്ചപ്പെടാനും സഹായിക്കും. ഇനി പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വെറും 30 ദിവസം. അതെ, മിക്ക പരാതികളിലും ഒരു തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പിനു കിട്ടുന്ന സമയം വെറും 30 ദിവസമാണ്. മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ട പഴയ കഥയ്ക്ക് മറന്നേക്കൂ. ഈ 30 ദിവസമെന്നത് വെറും ഒരു സംഖ്യയല്ല. ഇതിനർത്ഥം ഉത്തരവാദിത്തമെന്നാണ്. കൃത്യമായ സമയത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പരാതിയുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. എന്ത് നടപടിയെടുത്തു എന്ന് നമ്മളെ അറിയിക്കണം. അപ്പോൾ കാര്യങ്ങളിൽ ഒരു സുതാര്യത വരും, അല്ലേ? ഓക്കെ, അപ്പൊ തിയറിയൊക്കെ നമ്മൾ കേട്ടു. ഇനി ഇതെങ്ങനെയാണ് പ്രായോഗികമായി ചെയ്യേണ്ടത് എന്ന് നോക്കിയാലോ? ഒട്ടും പേടിക്കേണ്ട, വളരെ എളുപ്പമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ pgportal.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. ആ വെബ്സൈറ്റ് തുറന്നു വരുമ്പോൾ ലോഡ്ജ് യുവർ ഗ്രീവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ സംസ്ഥാനമായി ലക്ഷദ്വീപ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടാണോ പരാതി അതും സെലക്ട് ചെയ്യുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. നിങ്ങളുടെ പരാതിയുടെ വിശദാംശങ്ങൾ എഴുതാനുള്ള സ്ഥലം വരും. അവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി, ലളിതമായി എഴുതുക. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോകളോ മറ്റെന്തെങ്കിലും രേഖകളോ തെളിവായിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കോൺടാക്റ്റ് വിവരങ്ങളും നൽകി സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ തന്നെ സ്ക്രീനിൽ ഒരു രജിസ്ട്രേഷൻ ID തെളിഞ്ഞുവരും. ആ നമ്പർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. കാരണം നിങ്ങളുടെ പരാതിയുടെ സ്റ്റാറ്റസ് അറിയാൻ ഈ ID കൂടിയേ തീരൂ. ശരി, പരാതി കൊടുത്തു. ഇനി അത് വെറുതെ കൊടുത്താൽ മതിയോ? പോരാ, നമ്മുടെ പരാതിക്ക് നല്ല പവർ കിട്ടണമല്ലേ? അത് വായിക്കുന്ന ഉദ്യോഗസ്ഥന് കാര്യം പെട്ടെന്ന് മനസ്സിലാവണം. അതിനുള്ള ചില പൊടിക്കൈകൾ നമുക്ക് നോക്കാം. 1. വളരെ ലളിതമായ ഭാഷ ഉപയോഗിക്കുക. വലിയ വാക്കുകളൊന്നും വേണ്ട.
2 തീയതി, സ്ഥലം, ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ അറിയാമെങ്കിൽ ഒക്കെ കൃത്യമായിട്ട് എഴുതുക. 3 തെളിവുകൾ, ഫോട്ടോയോ ബില്ലോ എന്തുമാകട്ടെ അത് അറ്റാച്ച് ചെയ്താൽ നിങ്ങളുടെ വാദത്തിന് നല്ല ബലം കിട്ടും. 4 പ്രശ്നം ഒരു കഥ പോലെ ക്രമമായിട്ട് വിശദീകരിക്കുക. ഏറ്റവും ഒടുവിൽ, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്പോഴും മാന്യമായ ഭാഷ ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പരാതിയുടെ വിഷയം, അതായത് സബ്ജക്റ്റ് എഴുതുമ്പോൾ ലക്ഷദ്വീപിലെ കവരത്തിയിൽ കുടിവെള്ളം കിട്ടുന്നില്ല എന്നതിനു പകരം ലക്ഷദ്വീപിലെ കവരത്തിയിലെ ജലവിതരണ തടസ്സത്തെ സംബന്ധിച്ച് എന്ന് വ്യക്തമായി കൊടുത്താൽ ആ തലക്കെട്ട് കാണുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥനെ കാര്യം പിടികിട്ടും. അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരാം, ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു മറുപടിയും കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ കിട്ടിയ മറുപടിയിലെ തൃപ്തിയില്ലെങ്കിലോ? പേടിക്കേണ്ട, അതിനും വഴിയുണ്ട്. പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പരാതിക്ക് ഒരു റിമൈൻഡർ അല്ലെങ്കിൽ എസ്കലേഷൻ അയക്കാനുള്ള ഓപ്ഷൻ കാണാം. അതായത് ഒരു ഓർമ്മപ്പെടുത്തൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരാതി അടുത്ത ലെവലിലുള്ള, അതായത് കുറച്ചുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥന് കൈമാറാൻ ആവശ്യപ്പെടാം. അപ്പോ ആദ്യത്തെ ശ്രമത്തിൽ ഫലം കണ്ടില്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഇതിനതിലും വലിയൊരു വശമുണ്ട്. നിങ്ങളുടെ ഒരു പരാതിക്ക് സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കാം. നിങ്ങളൊരു പരാതി ഫയൽ ചെയ്യുമ്പോൾ അത് വെറും ഒരു പരാതിയല്ല, അതൊരു ഡേറ്റയാണ്, ഒരു രേഖയാണ്. ഇതേ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേർ പരാതി നൽകുമ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും. ഓക്കെ, ഇത് ഒരിടത്തു മാത്രമുള്ള പ്രശ്നമല്ല, ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു താൽക്കാലിക പരിഹാരത്തിന് പകരം ആ പ്രശ്നം മൊത്തത്തിൽ പരിഹരിക്കാൻ അവർ നിർബന്ധിതരാകും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ഒരൊറ്റ പരാതി ഒരുപക്ഷേ ലക്ഷദ്വീപിലെ മുഴുവൻ സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു നല്ല മാറ്റത്തിന്റെ തുടക്കമായേക്കാം. അപ്പോ എങ്ങനെ പരാതി നൽകണം, എന്തുകൊണ്ട് നൽകണമെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഈ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓർക്കുക, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വഴിയല്ല, ലക്ഷദ്വീപിലെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് സേവനം മെച്ചപ്പെടുത്താനാണ് ആദ്യം മുൻകൈ എടുക്കാൻ പോകുന്നത്?